സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം ഇന്ന് UDF നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കൂട്ടിൽ നിർത്തി ഞങ്ങൾ വിചാരണ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രമാത്രം കൊള്ളകളാണ് ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇവർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ജനകീയ വിചാരണ നടത്തി ജനങ്ങളുടെ മുന്നിൽ അവരെ കുറ്റക്കാരാക്കാനുള്ള കുറ്റപത്രമാണ് ഇന്ന് UDF ഈ യോഗത്തിൽ വെച്ച് അവതരിപ്പിക്കുന്നത്. ഞാൻ വിശദമായി കടന്നു പോകുന്നില്ല. ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായി നമ്മൾ ആരംഭിക്കാൻ പോകുന്ന വൻപിച്ച സമരത്തിന്റെ തുടക്കം മാത്രമായി ഈ വലിയ സമരത്തെ കാണുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്ന് അർദ്ധരാത്രി മുതൽ ഇവിടേക്ക് വരാൻ തീരുമാനിച്ച നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ പോരാട്ട വീര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ദേശീയ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം, ആ പോരാട്ടം നമ്മൾ കേരളത്തിലും തുടരുകയാണ്. അനീതിയുടെ മുഖത്ത് നോക്കി, ഫാസിസ്റ്റുകളുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് അങ്ങൊറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടി അങ്ങയുടെ കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ്. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുമ്പോൾ വർഗീയത ഈ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചുമൂടുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു തീവ്രവാദികളുമായും ഒരു വർഗീയവാദികളുമായി കൂട്ടുകൂടില്ല എന്ന ഉറച്ച നിലപാടാണ് UDFിനുള്ളത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഗീയവാദിയുടെയും പിന്നാലെ കേരളത്തിലെ UDF, കേരളത്തിലെ പ്രതിപക്ഷം പോകില്ല. വർഗീയതയെ തുടച്ചു നീക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അഴിമതിക്കാരെയും വർഗീയവാദികളെയും നിലയ്ക്ക് നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ പ്രതിപക്ഷം നടത്താൻ പോകുന്നത്. ആ മുന്നേറ്റത്തിൽ മുന്നണി പടയാളികളായി നിങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ, ഈ ഗേറ്റിൽ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യും. കേരളത്തിലെ ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവ്, എല്ലാ നിർണായക ഘട്ടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന പ്രിയങ്കനായ പി കെ കുഞ്ഞാലിക്കുട്ടി അവരുടെ വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ബിനോയ്, ഈ ഒരു പ്രതിഷേധം വളരെ ശക്തമായി തന്നെ നടത്തുകയാണ് UDF. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? നേതാക്കൾ എല്ലാവരും തന്നെ ആ വേദിയിൽ അവരെല്ലാവരും തന്നെ കാണാം. എപ്പോൾ മുതലാണ് ഈ ഒരു ആളുകളുടെ, ഈ പ്രവർത്തകരുടെ ഒരു വരവൊക്കെ തുടങ്ങിയത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ രാവിലെ 7 മണിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ കവാടങ്ങളും വളഞ്ഞുകൊണ്ട് UDFന്റെ പ്രതിഷേധ പരിപാടി തുടങ്ങി കഴിഞ്ഞിരുന്നു. അതേസമയം കണ്ടോൺമെന്റ് ഗേറ്റിൽ മാത്രം ഉപരോധം അനുവദിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അത്തരത്തിൽ കണ്ടോൺമെന്റ് ഗേറ്റിൽ ഉപരോധത്തിന് അനുമതി നൽകാറില്ല. ബാക്കി എല്ലാ വാതിലുകളും അടച്ച് എല്ലാം തന്നെ ശക്തമായ ഉപരോധ സമരം തുടരുകയാണ്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമരത്തിന്റെ നടക്കുക. പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ, അതായത് UDFന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കളും എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം RSP ആശാൻ സ്ക്വയറിൽ, അതായത് പാളയത്ത് നിന്നും പ്രത്യേക ഒരു പ്രതിഷേധ പ്രകടനമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുക. നേതാക്കളെല്ലാം തന്നെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും ഒരു പ്രകടനമായിട്ടായിരിക്കും RSP ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ആയിരിക്കും മറ്റ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുക. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. കാരണം നേരത്തെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരുന്നു ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇത് മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം ബംഗളൂരിലായതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ വിവിധ ഗേറ്റുകളിൽ KC വേണുഗോപാൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ ഗേറ്റുകളിലും എത്തി അണികളെ കണ്ട് സംസാരിക്കുന്ന നേതാക്കളെല്ലാം പോയി സംസാരിച്ച ശേഷം മടങ്ങി ആണ് പ്രധാന വേദിയിലേക്ക് എത്തുക. ഇനി ഇത് 1 മണിക്ക് ആണ് ഈ സമര പരിപാടികൾ അവസാനിക്കുക. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കഴിഞ്ഞ 7 വർഷമായി LDF സർക്കാരിന്റെ ജനദ്രോഹ പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും 2ാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് എത്തിയപ്പോഴേക്കും ഉണ്ടുവാഴ്ച അതിലേക്ക് മാറി എന്നാണ് നേരത്തെ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞത്. അത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് UDF നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത്. കാരണം അത് മാത്രവുമല്ല, AI ക്യാമറ വിവാദം ഉൾപ്പെടെയുള്ളവ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നേരത്തെ സംസാരിച്ച എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ അഴിമതികളിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ
പരിഹരിക്കുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം എരുമേലിയിലുണ്ടായ പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചവർക്ക് ധനസഹായം എത്തിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. അങ്ങനെ അത്തരത്തിൽ വിവിധ തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി ഉദ്ഘാടന ചടങ്ങുകളാണ് തുടരേണ്ടത്. ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും. എബി, സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ കഴിയുമോ? തീർച്ചയായും. അതായത് ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്കുണ്ടായ, അതായത് ഈ കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിന്റെ സമയത്തുണ്ടായ അഴിമതികളെല്ലാം തന്നെ താമസിയാതെ തുറന്നു കാണിക്കും. അതിന്റെ രേഖകളെല്ലാം തന്നെ ലഭ്യമായിട്ടുണ്ടെന്നും ഇപ്പോഴാകട്ടെ സർക്കാരിന്റെ ഒരു നീക്കം, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ഒരു നീക്കം സ്വജനപക്ഷപാതത്തിലേക്കാണ് എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് ന്യായീകരണങ്ങൾ വ്യവസായ വകുപ്പിന്റെ ഭാഗത്തുണ്ടായെങ്കിലും മുഖ്യമന്ത്രി കാര്യമായൊന്നും പറയുന്നില്ല. അത് മാത്രവുമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സമസ്ത മേഖലകളിലും സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടാകുന്നു. അത്തരം ഇടപാടുകളെ കുറിച്ച് ആര് പരാതി നൽകിയാലും അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇതിലൊന്നും തന്നെ മറുപടി പറയാണ്ടില്ല, മൗനം പാലിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്കാണ് പോയത്. ഇനി അതുപോലെ തന്നെ ഇന്നലെ കെൽട്രോണുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറഞ്ഞിരുന്നു. അതായത് റിപ്പോർട്ട് കിട്ടി, ശരിക്കും കെൽട്രോണിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്കാണ് പറഞ്ഞു പോയതും. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളിലെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് കുറ്റപത്രം വായിക്കുക എന്നുള്ള തരത്തിലേക്ക് UDF നീങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ കുറ്റപത്രം വായിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധ പരിപാടികൾ ഇവിടെ അവസാനിക്കുക. എബി, വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ഇന്ന് സർക്കാരിൻ്റെ 2ാം പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷിക ദിനത്തിൽ UDF തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് വളയൽ സമരം രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകളിലേക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല, ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി വർഗീയതയ്ക്കെതിരെയും ഒപ്പം തന്നെ സ്വജനപക്ഷപാതത്തിനെതിരെയും അഴിമതിക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തെമ്പാടും തന്നെ ഉണ്ടാവും. അതിൽ കേരളവും അണിചേരുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.